ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ അവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. കുറേ ദിവസമായി വിചാരിക്കുന്നു ഗാർഡനൊക്കെ സെറ്റാക്കി എടുക്കണമെന്ന്. അപ്പോൾ ഇന്ന് മുതൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്. അമ്മ പല സ്ഥലങ്ങളിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നതും നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതും, പക്ഷെ ഒന്നും ഈ ഭാഗത്ത് അത്ര ഓർഗനൈസ്ഡ് ആയിട്ട് ഞാൻ വെച്ചിട്ടില്ല. മാത്രമല്ല ഈ സൈഡിൽ വെയിൽ അത്രയ്ക്ക് അങ്ങില്ല. മാവ്, പ്ലാവ്, ഒരു സപ്പോട്ട മരം, പിന്നെ തെങ്ങ്, മുരിങ്ങ മരം എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഒന്നും ഇവിടെ നടാൻ ഞാൻ അത്ര ധൈര്യം കാണിച്ചിട്ടില്ല. ഇനി തെങ്ങിന്ന് വല്ല തേങ്ങയും വീണ് ചട്ടി പൊട്ടിയാലോ, അതൊക്കെ കൊണ്ട് ഞാൻ ഒന്നും നടാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ചട്ടിയെങ്ങാൻ പൊട്ടിപ്പോയാലോ. അതിനുവേണ്ടി വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് വരെ നല്ല വെയിലാണ്. അതുകൊണ്ട് കൂടുന്ന എല്ലാ ചെടികളും ഫ്രണ്ടിൽ വയ്ക്കാം. ഞാൻ പണ്ട് മുതലേ ചെടിയൊക്കെ നടാൻ വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ ഓരോ കല്യാണം വരുമ്പോഴും അതൊക്കെ വെട്ടിമുറിച്ച് കളയും. അച്ഛൻ്റെ 2 അനിയത്തിമാരെ കല്യാണം വന്നപ്പോൾ ചെടികളൊക്കെ, ആദ്യത്തെ അനിയത്തിയുടെ കല്യാണം ആയപ്പോൾ ചെടിയൊക്കെ മുറിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ ഏറ്റവും ലാസ്റ്റത്തെ അനിയത്തിയുടെ കല്യാണം ആയപ്പോൾ വീണ്ടും ചെടിയൊക്കെ മുറിച്ചു. അങ്ങനെ ഓരോ കല്യാണം വരുമ്പോഴും, ഈവൻ എൻ്റെ കല്യാണം വന്ന സമയത്ത് പോലും ഉണ്ടായിരുന്ന ചെടിയൊക്കെ ഒരു ചട്ടിയിലുള്ളതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി ബാക്കിയുള്ളതെല്ലാം വെട്ടി മുറിച്ച് കളഞ്ഞു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ എനിക്ക് ചെടികളൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അന്നൊന്നും ആരും, അതായത് നല്ല ചെടികളൊക്കെ വീട്ടിലൊക്കെ നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല തരാനായിട്ട്. അന്നൊക്കെ എനിക്ക് വലിയ സങ്കടമായിരുന്നു. ഒരു വീട്ടിൽ ഞാനൊരു ദിവസം പോയി ചോദിച്ചിട്ട്, നമ്മളിപ്പോൾ ഒരു കാട്ടു റോസില്ലേ, നിറയെ പൂക്കുകയും നന്നായിട്ട് വളരുകയും ചെയ്യുന്നത്, അതിൽ നിന്നൊരു ചെറിയ കഷ്ണം മാത്രം അന്ന് എനിക്ക് അവർ തന്നായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അന്ന് എനിക്ക് വലിയൊരു വിഷമമായിരുന്നു. അങ്ങനെ ആരും തരൂല്ല. പിന്നീട് എൻ്റെ ഒരു അമ്മയുടെ സ്റ്റെപ്പ് കസിനുണ്ട്. അവർ പുതിയ വീടൊക്കെ എടുത്തപ്പം അവിടെ നല്ല ചെടികളൊക്കെ അവർ നട്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോകുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് തരുമായിരുന്നു ചെടികളൊക്കെ. അപ്പോൾ ഞാനതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി തുടങ്ങി. അന്ന് തുടങ്ങി വീട്ടിൽ ഞാൻ ചെടിയൊക്കെ നടാൻ തുടങ്ങി. പിന്നെ ചെടിച്ചട്ടിയൊക്കെ വാങ്ങി അതിനകത്തൊക്കെയായി നടാറൊക്കെ ഉള്ളത്. ഇന്നിപ്പോൾ ഇതാ എന്നെ പോലെ തന്നെ എൻ്റെ 2 മക്കൾക്കും ക്ലീനിങ്ങും ഈ ചെടി നടുക ഇതൊക്കെ വലിയ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. സ്കൂൾ അടച്ചപ്പോൾ ഇവർ എപ്പോൾ നോക്കിയാലും ടി വിയുടെ മുന്നിലാണ്. അങ്ങനെ ഞാൻ കരുതി ഈ വെക്കേഷന് മുറ്റമൊക്കെ ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു, ഇവരെ കൂടെ വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. പക്ഷേ മുറ്റത്ത് തണലുള്ളത് ഈ സൈഡ് മാത്രമാണ്. ബാക്കി സ്ഥലത്തെല്ലാം ഭയങ്കര വെയിലാണ്. ഇവരെ കൊണ്ട് വെയിലത്ത് നിന്ന് അങ്ങനെ ചെടി നടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് വൈകുന്നേരമാണ് ഇവർ ഫ്രണ്ടിലൊക്കെ വരിക. ആ സമയത്ത് ഫ്രണ്ടിൽ നല്ല വെയിലായതുകൊണ്ട് ഫ്രണ്ടിലൊക്കെ നിറയെ ചെടികളാണ്. ഈ സൈഡിൽ ഞാൻ നമ്മുടെ പേൾ ഗ്രാസ് ഇല്ലേ, അത് നടാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നന്നായിട്ട് വരുമെന്നറിയില്ല. ചിലപ്പോൾ പേൾ ഗ്രാസിന് നല്ല വെയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല. പിന്നെ കുറച്ച് പേബിൾസൊക്കെ വാങ്ങാമെന്ന് വിചാരിക്കുന്നു. പേബിൾസൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ഇതാ ഈ ചുമരൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഈ മണി പ്ലാന്റ് ഒക്കെ പറ്റിപ്പിടിച്ച് വളർന്ന് അങ്ങനെ വൃത്തികേടായതാണ് ഈ ചുമരൊക്കെ. പിന്നെ ഇതാ ഈ ചെടിയൊക്കെ നന്നായിട്ട് വളർന്ന ചെടിയാണ്. ഇതുപോലെ ഒരുപാട് ചെടികൾ വീട്ടിലുണ്ട്, പക്ഷെ ഒന്നും ഓർഗനൈസ്ഡ് അല്ല. ഇതൊക്കെ ഒന്ന് മാറ്റി നടണം. ഇതാണ് നമ്മളെ വീട്ടിലെ ജിമ്മിക്കുട്ടൻ. ഇപ്പോൾ ഇവർ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞ് ഇതാ ഇവനെയും കൊണ്ട് കളിക്കാൻ വേണ്ടി പോവാണ്. ഈ ചങ്ങല വിട്ടാലും ഇവൻ എങ്ങോട്ടും ഓടി പോകത്തൊന്നുമില്ല. ഇവരെ കൂടെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടും ഓടി പോകത്തില്ല, അവരെ കൂടെ തന്നെ നിൽക്കും. ഇപ്പം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂട്ടിൽ നിന്ന് അഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ഓടി എവിടെയെങ്കിലുമൊക്കെ പോകും. ഇവർ കൂടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഇവനറിയാം ഇവരെ കൂടെ കുറേ നേരം കളിക്കുമെന്ന്. ഈ പ്ലാത്തൈ കണ്ടോ, 3 വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നട്ടതാണ്. കറക്റ്റ് 3 വർഷമായപ്പോഴത്തേക്ക് ഇത് നിറയെ കായ്ച്ചിട്ടുണ്ടായിരുന്നു. നല്ല മധുരമായിരുന്നു ഈ ചക്കയ്ക്ക്. നമ്മൾ വീട്ടിനടുത്തുള്ള എല്ലാവർക്കും കൊടുത്തു. നല്ല മധുരമായിരുന്നു. അപ്പോൾ ഇന്നത്തെ
ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.